കരുണ ചെയ്യണമേ. അനുഗ്രഹത്തിന്റെ ബൗദ്ധത്വ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. പാപങ്ങൾ തന്നോട് പോകണമേ. വിരോധമായി പാപം ചെയ്തവരുടെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനം നീതീകരിക്കപ്പെടുകയും ന്യായവിധികൾ നീ ചെയ്യുകയും ചെയ്യും. എന്തെന്നാൽ എന്നെ അനുഭവിച്ചു പാപങ്ങളിൽ നിന്റെ വാതാവിനെ ഗർഭധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു എന്നുള്ള ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം എന്റെ മേൽ തെളിക്കണമേ, ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ ഉണ്മയാക്കണമേ. ഉറച്ചുമഞ്ഞിനേക്കാൾ ഞാൻ ഉണ്മയാകും. സന്തോഷം വൃത്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപം തിരുമോദിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ സൃഷ്ടിക്കണമേ. ആത്മാവിനെ പുതുതാക്കണമേ. ദൈവമേ, സ്തുതി നൽകിയുള്ളതാകുന്നു. പാറിക്കുമോ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ മൂലം പാതാമൽ മൂലം ഒൽമീനാമേ മാനവർ വന്നിച്ച് മാർത്തി പാടുന്ന രഹസ്യം സംഭോജ്യം താതാ മജരൂഹ പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഐക്യമതയുണ്ടാകുകയും ചെയ്യണമേ. അതിനായിരം
ദേവസുതൻ ദേവസവൻ വിശുദ്ധനാമിവരെല്ലാം വാഴ്ത്തിയിടുന്നു. സ്തുതിക്കാലോ ഉയരായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യന്മാരാക്കി തീർക്കണമേ. ബാറക്മോർ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ ഇവിടെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായുള്ളവേ, നിനക്ക് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിര വാഴ്വിന്റെ ഈ ശുശ്രൂഷ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൈകളാൽ നിർവഹിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവ്വജ്ഞാനം നമ്മെ അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമർത്ഥിക്കും തിന്മകളിൽ വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുമായ ദൈവമേ, നീ അനുശ്വരമായ വെടിപ്പുള്ള ഓരോനും അനാദ്യന്തരമായ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭ നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് അതിന് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് നിശ്ചയം നടത്തുകയും അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിനതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകുന്ന നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം കൃപമായി അതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണം നിശ്ചയിച്ചവൻ നീയാവുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ശ്രേഷ്ഠ പിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദൈവ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടി ജ്ഞാനസമ്പൂർണ്ണനും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നമ്മളെ വന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഹൃദയത്തിലും മരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുവാനാകണമേ.
നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ അലങ്കരിക്കുകയും ഈറന്മാരും മാലാഹമാരും ഇടപെടാ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് എന്നോട് ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ലേശതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ തൃപ്തരാത്ത വിധം ഇടപെടാതെ നിന്റെ പിതാവിനെയും പരിശുദ്ധവായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. نقابل خصوصي شكون ذاته بدرايهون والميلون المولين സത്യമുളവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരാ ഞങ്ങളുടെ മാധ്യസ്ഥമാലം പരസ്പരം നിശ്ചയം ചെയ്യപ്പെടുകയും നിങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമള വിശ്വാം നീ വരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിനും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. Oren Deus Abrahamos Agir Almin Marconen Escosoren Lishmiloi Hado Soda Benayo Dito Kadisto Barakmor Bashmadabo Amin Amin Baruchaya Kadish Elohai നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വരങ്ങി
ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാരക് മോർ ഹോശോ വഖുൽ സുബ്ഹാൻ ലവൽ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും അവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിപാലനയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിക്കുകയും മണവാട്ടിയെയും ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശ്രാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം നമ്പുരാൻ ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമായ മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങൾ എല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. അത്യുന്നതനുടെ മണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു ഇൻവരദേവൻ ഞാൻ ധന്യ വന്ദിക്കുന്നേ വന്ദിന്നേ വിട്ടൊരു മണവാളൻ തന്നെ നിന്നെ മാമോദീസായ ആത്മീയായുധമാടി തീച്ച വിരലിന്മേൽ വീരേ തങ്ങൾ മോതിരമായ സ്വാഗതമോ തുമ്പി ആദരിക്കേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടും പോലെ മറന്നു മറുപടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ.
എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈനികളിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമത കുര്യൻ മറിയ പേരൻസ്, പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു 1.5 വർഷം മുമ്പാണ് ഞാൻ ഈ പെരുമാറ്റത്തിൽ വന്നത്. അത് നമ്മുടെ ബാംഗ്ലൂർ ഡയസിന്റെ ഏറ്റവും സുപ്രധാനമായ സുവർണ ദിനങ്ങളായിരുന്നു. പരിശുദ്ധ പത്രികീസ് ബാവ, രണ്ടാമൻ ബാവ എന്നിവരിൽ വന്ന 3 ദേവാലയങ്ങളാണ് ഉദാശയിൽ. അതിലൊന്നായിരുന്നു നമ്മുടെ ദേവാലയം. City Troops, beautiful church. Small is beautiful, as always. അന്നത്തേക്കാൾ കുറച്ചുകൂടെ ഭംഗി ദേവാലയത്തിന് കൂടുതലായിട്ട് തോന്നിക്കുന്നുണ്ട്. നമ്മുടെ വലിയൊരു ഭാഗ്യമാണ് പരിശുദ്ധ സഭ എത്രമാത്രം ഈ കഴിഞ്ഞ നാളുകളിൽ ഈ ഇലക്ട്രോണിക് സിറ്റിനെ വളർന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. വലിയ സന്തോഷത്തോടെയാണ് ബലഹീനനായ ഞാനും അഭ്യുതരായ പിതാക്കന്മാരും നിങ്ങളെല്ലാവരും ഈ വിവാഹ ഉദാശയെ ആശീർവദിക്കുന്നു. മോതിരവാഴവിന്റെ ക്രമമാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചു. പിന്നീട് വാഴവിന്റെ ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ട പ്രിയനും മര്യാദയും ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം കുടുംബമായി ജീവിക്കുക എന്നുള്ളത് ഇവരുടെ മാത്രം ഒരു ആഗ്രഹമോ പദ്ധതിയല്ല, അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗവും കൂടിയാണ്. തീരുമാനങ്ങളെടുക്കാൻ, നടപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശം. ഇറ്റ് ഈസ് അവർ ഫ്രീഡം. പക്ഷെ എന്റെ ഇഷ്ടം തമ്പുരാന്റെ ഇഷ്ടവും കൂടി ആകുമ്പോഴാണ് ഇവിടെ അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളിലൊക്കെ ഒരു ദൈവിക ഇടപെടൽ കൂടി ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രിയനും മര്യാദയും തമ്പുരാന്റെ ഇഷ്ടവും കൂടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്കൊരു ഒരുമിച്ച് കൂടാനായിട്ട് സാധിച്ചത്. ഓരോ ബന്ധങ്ങളും ചേർത്ത് വയ്ക്കുന്നത് ദൈവമാണ്. ഓരോ ഉദാശകളും വിശുദ്ധതയാണ്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപരികളിലൂടെയാണ് ഈ ഒന്നാകം പ്രക്രിയ നടക്കുന്നത്. നല്ല ശരീരങ്ങൾ ചേർത്ത് വയ്ക്കുന്നതല്ല. അങ്ങനെ ദൈവം ഒന്നിച്ചാക്കുമ്പോൾ അവിടെ ഹൃദയങ്ങളാണ് ചേർന്നിരിക്കുന്നത്. എല്ലാ ബന്ധങ്ങളിലും ഹൃദയങ്ങൾ തമ്മിലുള്ള ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രഹാം സാറ ദമ്പതികളുടെ ഉദാത്തമായ മാതൃകയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സന്ദേശം അതുതന്നെയാണ്. യഹോവയായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒന്നും എന്റെ ഭർത്താവ് ചെയ്യില്ല എന്നുള്ള ഉത്തമമായ ബോധ്യം. ഈ ബോധ്യം ഭാര്യയ്ക്ക് ഭർത്താവിന് മാത്രം ഉണ്ടായ പോരാ, ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവണം. മ്യൂച്വലായിട്ടുള്ള സ്നേഹം, പരസ്പരമുള്ള പങ്കുവയ്ക്കൽ, അവിടെ അതിർവരമ്പ് ഉറപ്പാകും. അങ്ങനെ ഒരു കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ അവിടെയാണ് ദൈവം എപ്പോഴും മധ്യേ ഉണ്ട് എന്നുള്ള അതിന്റെ ബോധ്യം. നമ്മുടെ വായിക്കുന്നുണ്ട്, പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വശമാക്കുന്ന അശുദ്ധാത്മാക്കളെ സംരക്ഷിക്കുന്നു. ഒരു കവചം വിവാഹ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമാണ്. അത് ഒരുക്കുന്ന ദൈവമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും സാധിക്കുമോ? അതുകൊണ്ട് മരണം വരെയും നിലനിർത്തേണ്ടുന്നതായ ഒരു ബന്ധം, സ്നേഹം, ഒരു കർത്താവിന്റെ സഭയെ സ്നേഹിച്ചതുപോലുള്ള അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, അഗാപ്പെ സ്നേഹത്തിന്റെ ഒരു പൂർണ്ണതയാണ് വിവാഹബന്ധത്തിലൂടെ നമ്മൾ എല്ലാവരും നോക്കുന്നത്. 2 വ്യക്തികളുടെ 2 കുടുംബങ്ങളും തമ്മിലുള്ള ഒരു സ്വകാര്യതയല്ല ഇത്. ഇത് സഭയും സമൂഹവും ഒക്കെ ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സുദിനമാണ്. മനോഹരമായ പാട്ടാണ്. പുതിയ കുടുംബത്തിൽ കഥകൾ വളരുമ്പോൾ തിരുസഭ വിജയത്തിൽ പുറകുകൂടി അണിയുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ഈ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവരുടെ ബന്ധത്തിൽ എപ്പോഴും കർത്താവ് കൂടെ ഇരുന്ന് ഇവരെ മുന്നോട്ട് നയിക്കട്ടെ.
വിവാഹ ജീവിതത്തിൽ നമ്മളെപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവരെയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ രണ്ടുപേർക്കും സാധിക്കും. പ്രതിസന്ധികൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, അതൊന്നുമില്ലാത്ത ഒരു ജീവിതമൊന്നും നമ്മൾ ആരും സ്വപ്നം കാണുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി പകർന്നു തരുന്ന ആ ആത്മധൈര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനും അപ്പനും അമ്മയ്ക്കും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു കുടുംബമായി ജീവിക്കുവാൻ യോഗം ചെയ്യും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഫലപ്രദമായി കുടുംബം നയിക്കുവാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി ചെയ്യുന്നത് എന്നുള്ള പ്രാർത്ഥനയും അതോടൊപ്പം നല്ലത് വരാനും നല്ലതിനായി പ്രാർത്ഥിക്കുവാനും നന്മ ചെയ്യുവാനുമുള്ള വലിയ മനസ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ചുറ്റുപാടുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. സ്വന്തം ജീവിതത്തിന്റെ തുരുത്തുണ്ടാക്കി അതിനകത്ത് മാത്രം ജീവിക്കുന്നവരെല്ലാം നമ്മൾ സഭയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. ചുറ്റുപാടുകളിലേക്ക് നോക്കി നമുക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലുവാനുമായിട്ട് സാധിക്കും. സ്നേഹം അല്ലെങ്കിൽ സുരക്ഷിതത്വം, സന്തോഷം, ഐശ്വര്യം, സമ്പത്ത് ഇത് നമുക്ക് മാത്രം അനുഭവിക്കാനായിട്ട് ദൈവം തരുന്നത്. വിശാലമായ ഒരു കാഴ്ചപ്പാട് അവിടെയെല്ലാം നമുക്ക് ആവശ്യമാണ്. അവിടെയാണ് ദൈവരാജ്യത്തിന്റെ സമാനതകളില്ലാത്ത ആ സത്താപര അനുഭവങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടുവാനുമായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ദൈവം സന്തോഷം തരുമ്പോൾ, നമുക്ക് ദൈവം സമ്പത്ത് തരുമ്പോൾ, നമുക്ക് ഐശ്വര്യം തരുമ്പോൾ, നമുക്ക് പുത്രസമ്പത്ത് തരുമ്പോൾ അവിടെയെല്ലാം മഹത്വപ്പെടുത്തേണ്ടത് ദൈവമുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അവിടെയാണ് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറമുള്ള ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണെന്നുള്ള അന്വേഷണം നിരന്തരമായ നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെ നമ്മൾ നിലനിർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നത് എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരും. അപരാധപ്പെട്ട അമ്മയുടെ വലിയ മധ്യസ്ഥത എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിന് കോട്ടയും കാവലും അഭയവുമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ സമയത്ത് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനുള്ളത്. പ്രിയപ്പെട്ട ബിജു, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശില്പ, ഇവർ രണ്ടുപേരോടും കൂടെ കുടുംബത്തോടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അടുപ്പം അത് സഭയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സഭയോടുള്ള അവരുടെ തീക്ഷ്ണമായ വിശ്വാസവും സമാസ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ഈ വിവാഹം കൂടെ ആശീർവദിക്കുവാൻ ഇവിടെ വരുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കുറെ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് പ്രിയപ്പെട്ട ബിജുവും ആ കുടുംബവുമായിട്ടുള്ളത്. പ്രിയപ്പെട്ട നദിയായും ഒക്കെ ആയിട്ടുള്ള ആ സ്നേഹബന്ധം വളരെ വലുതാണ്. പിന്നെ ഞങ്ങൾക്കൊരു ഡിസ്റ്റന്റ് റിലേറ്റീവ്സുമാണ്. എന്റെ കസിൻ, എന്റെ ഫസ്റ്റ് കസിനൊക്കെ വന്നിട്ടുണ്ട്. ബിജുവിന്റെ ഫാമിലിയും എന്റെ ഫാമിലിയുടെ മോർമാക്കി ഫാമിലിയുമായിട്ടുള്ള കണക്ഷൻ, അതില് ബിജു ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ്. അതിലേക്ക് ഞാനൊരു കുടുംബക്കാരനും കൂടിയാണ്. അപ്പോൾ അതും ആ സന്തോഷവും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രിയൻ ഡോക്ടർ സന്തോഷ് ഈ കോളേജിന്റെ ജീന നമുക്കേറെ സ്നേഹവും അതുപോലെ അതിലുപരിയായിട്ടുള്ള വലിയ കടപ്പാടുമുള്ള ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട സന്തോഷിന്റെ കുടുംബം. കാരണം പ്രിയപ്പെട്ട കോരിതച്ഛനെ അച്ഛനെ ഓർക്കുന്നു. ഒരു അപകട മരണത്തിലൂടെയാണ് അച്ഛൻ വളരെ ചെറുപ്പത്തിൽ സന്തോഷങ്ങൾക്ക് ചെറുപ്പത്തിൽ നഷ്ടപ്പെടുന്നത്. 90 കാലഘട്ടങ്ങളിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ഖേദകമായ ഒരു അപകട മരണമായിരുന്നു. ഓർമ്മപ്പെടുത്തി ആരെയും വേദനിപ്പിക്കുക വിഷയമായിട്ടും വന്നതിനായ ആ ഒരു ശ്രേഷ്ഠന്റെ ആത്മാവ് സ്വർഗത്തിരുന്നത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും. ഇന്നത്തെ ഈ സുദിനം പ്രിയപ്പെട്ട എന്റെ പേരൻസിനെ ഓർക്കുന്നു, ഫാമിലിയെ ഓർക്കുന്നു, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കിരീടവാഴുവിന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും പ്രിയപ്പെട്ട പ്രിയനെയും പ്രിയപ്പെട്ട മരിയായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാവങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും ദൈവം നിങ്ങൾക്ക്
സൗജന്യമായി സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷ മഴവില്ലാത്ത മണവർക്ക് ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. അവിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി അങ്ങയുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുള്ള ആനന്ദം കൊണ്ടവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ.
നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹം, സ്തോത്രവും പ്രഭയും പോഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അങ്ങേക്ക് സമർപ്പിക്കുവാൻ അടിയങ്ങളെ നീ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഉണ്ടായിരുന്നവരെപ്പോഴുള്ളവരും നിൽക്കുന്നവരുമായ സ്വയംഭൂവും അനാദിതവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ ഹൃദയത്തെ സ്നേഹപൂർവ്വം സമീപിക്കുകയും ചെയ്ത മഹോന്നതനും തത്വജ്ഞാനിക്കും താക്കീനും തന്റെ തത്വത്തെ ആരാധിക്കുവാനും അത് പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികളിൽ കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലത ബന്ധിതമായി ഇരിക്കുന്നവരും തന്റെ വല്ലഭത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. ഈ ശ്രേഷ്ഠ പിതാവിന്റെ തൃക്കരങ്ങളാൽ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഞങ്ങൾക്കായി ആയുസ് നൽകിയിരിക്കുന്ന കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സ്വർഗീയ സേനകളും ഭയന്നുവച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദൈവാനും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേലുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് അവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നോടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തെരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ വരേറ്റുന്നു
വെള്ളത്തെ മെഴുത്തിനുമേഞ്ഞായി മാറ്റി ചെയ്ത മനുഷ്യ സ്നേഹം സാക്ഷാൽ സത്യമുള്ളവാളുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിലും ഭാഗതമണിച്ചു നിൽക്കുന്ന നിന്റെ മക്കളെ സ്വന്തവും അംഗീകരിച്ചുകൊണ്ട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലുതുകയും ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് വാർത്തുന്നുകൊണ്ട് നിന്റെ അരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ നമുക്കൊരു സുഭാൻ പറക്കുമോ. പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിക്കും, എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത്
വാഗ്ദത്തോട് കൂടിയുള്ള പ്രഥമ കൽപ്പനയുമാകുന്നു. അമീനായി പറയുമോ? ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർക്കും ഭീഷന്മാരെത്തിയ നേരം ഒരു കാരണത്താലെങ്കിലും ഒരുത്തരം തന്റെ ഭാര്യയെ പരിശുദ്ധവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ രണ്ടുപേരും ഒരു ശരീരമായി തിരികെയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ ആഗ്രഹിക്കരുത് എന്നുള്ള കർത്താവ് താൻ കൽപ്പിച്ചറിയിച്ചു. Signal, Umaron Jodi.
വല്ലഭനാചിതം മകുടം പാരം രുചിരം സത്യമണായ ശീഘ്രം സവിധമടങ്ങീടണമേ സകലം സന്തോഷിക്കാം. കർത്താവിന്റെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടി ശിരസിന്മേൽ ജോടിക്കുന്നു വൈദിക കൺപാരിമ്പം മുടിയാൽ മണവാളന്നം മണവരയാൽ മണവാട്ടിക്കും മകുടം പാരം രുചിരം മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടി ശിരസിന്മേൽ മാറാൻ ചൂടിക്കുന്നു മണവാളൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശ്യം നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. പാർക്കുമാർ ശുഭചിഹ്നം ഉറക്കുമാർ മനുഷ്യജീവിതത്തിൽ സന്തോഷം
തീരട്ടെ. മശിഹ തന്റെ സഭയിൽ എന്നതുപോലെ നിങ്ങളുടെ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തെ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങളും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ദൈവം നല്ല മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും തന്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. നിന്റെ പിതാവായ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലും ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വന്ന് വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പ്രതി മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കട്ടെ. പാപിനിയുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ വച്ചുകളെയും ദൈവം ക്ഷമിക്കട്ടെ. വലത്തുഭാഗത്ത് കള്ളൻ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീർന്നതുപോലെ നിങ്ങളും ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരട്ടെ. നാം എല്ലാവരുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകട്ടെ. എസ്രായേലിനെ കൂട്ടിക്കൊണ്ട് നാടുവാട്ടിയോട് ചെയ്യുവാൻ സിനായ് മലയിൽ ഇറങ്ങിയുള്ള മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ും
എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ബലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ബലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാം കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്ക് നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവനോളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഇവൻ നഗ്നനായിരുന്നാലും ഇവൾക്ക് ധരിക്കുവാൻ നൽകണം, ദാഹിച്ചിരുന്നാലും ഇവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളുടെ ന്യായമായ പ്രകാരം ഇവന്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകും. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഇവളുടെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. We've slept inside, can we fix this mess? I know you're uncertain, won't you play pretend? Just for me, just for me. I don't wanna look in the rearview, only God asks for the road in front, with the light shining right through the sunroof. I really gotta know, we could take a ride through the moonlight, we could go to places that we love, as long as you're there on the left side. I really wanna know, are we there yet? Are we good now? Are we there yet? 'Cause I'm missing us. Are we there yet? I know a shortcut. Are we there yet? 'Cause I'm missing us. Are we there yet? Are we there yet? Are we there yet? Are we there yet? I've tried speaking, but your voice would always drown me out.